അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലൽ മബൂസി റഹ്മത്തൽ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം മറക്കാതെ എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് ഒരു കാര്യം പറയുമ്പോൾ പല രൂപത്തിലായിരിക്കും അത് നമ്മോട് പറയുക. അതിലേറ്റവും ശക്തിയുള്ള, ഏറ്റവും ഗൗരവത്തോടു കൂടി പറയുന്ന ഒരു ശൈലിയാണ് ഒരു വസ്തുവിന് മേൽ സത്യം ഇട്ട് പറയുക എന്നുള്ളത്. അങ്ങനെ സൂറത്തു ഷംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള സൂറത്താണത്. ആ സൂറത്തു ഷംസിൽ 7 വിഷയത്തെ സത്യമിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ അവൻ്റെ ഖൽബിനെ തസ്കിയത്ത് ചെയ്തത്, സംസ്കരിച്ചത്, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ അതിനെ മലിനപ്പെടുത്തിയത്, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി പറയുകയാണ്. നമുക്ക് എത്ര പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഖൽബ് എന്നുള്ളത്, നമ്മുടെ മനസ്സെന്നുള്ളത്. ആ മനസ്സിനോട് നമുക്ക് ഒരുപാട് ഹക്കുകളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വലിനഫ്സിക അലൈക ഹഖ. നിൻ്റെ നഫ്സിൻ്റെ മേൽ നിനക്ക് ഒരുപാട് ഹക്കുകളുണ്ട് അബൂദർദ എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞതായി നമുക്ക് ഹദീസ് കിതാബുകളിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഷർത്താണ് നമ്മുടെ ഖൽബ് നന്നാവണമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ അന്നത്തെ ദിവസം ഒരു ഉപകാരത്തിന് വരികയില്ല, അതുകൊണ്ടൊരു പ്രയോജനം പോലുമില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഹൃദയം നന്നാക്കിയത് കൊണ്ടല്ലാതെ അന്നത്തെ ദിവസം ഒരു ഉപകാരം പോലും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയുണ്ടായി. നോക്ക്, നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം എന്നുള്ളത്, അത് നന്നായാൽ നമ്മുടെ ശരീരം മൊത്തം നന്നാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നമ്മുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നാകും. അത് കേടുവന്നാൽ എല്ലാം കേടുവന്നു പോകും. അലാ വഹിയൽ ഖൽബ്. നിങ്ങൾ അറിയുക, അത് നിങ്ങളുടെ ഖൽബാണ്, നിങ്ങളുടെ മനസ്സാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഖൽബ്, നമ്മുടെ മനസ്സ്, അത് എന്നും നാം നന്നാക്കാൻ എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം, നമ്മുടെ മരണം വരെ. നോക്ക്, അഹ്മദ് ഇബ്ൻ ഹംബൽ റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മകൻ സാലിം റഹിമഹുല്ല പറയുകയാണ്, എൻ്റെ വാപ്പ മരണപ്പെടുന്ന സമയത്ത് ആവർത്തിച്ച് പറയുകയാണ്, ലാ ബഅദു ലാ ബഅദു,
ഇല്ല, നന്നായിട്ടില്ല ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. മകൻ ചോദിക്കുന്നു, എന്താണ് വാപ്പ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു സംസാരം? അപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, ശൈത്താൻ വന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, ഫുത്തനിയ അഹ്മദ്, നീ എന്നിൽ നിന്ന് നിൻ്റെ ഖൽബിനെ നീ സംരക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ശൈത്താൻ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഞാനും ആവർത്തിക്കുന്നില്ല, ഇല്ല ശരിയായിട്ടില്ല, എൻ്റെ ഖൽബ് ഇനിയും നന്നാവാനുണ്ട് എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ചരിത്ര കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മുൻകഴിഞ്ഞ മനുഷ്യന്മാരുടെ ചരിത്രമാണിത്. അതുകൊണ്ട് എന്നും നമ്മുടെ ഖൽബ് എന്നുള്ളത് അത് നമ്മുടെ കയ്യിലല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. ആ ഖൽബിനെ നന്നാക്കാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് ആ ഖൽബിനെ നമ്മെക്കൊണ്ട് നന്നാക്കാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. ആ ഖൽബിനെ നന്നാക്കാൻ 10 കാര്യങ്ങൾ ഉലമാക്കൾ നമ്മോടായി നസീഹത്ത് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ്, എന്നും തൗഹീദുള്ള ആളുകളാകണം നാം. തൗഹീദ് പഠിക്കണം. ഷിർക്കിൽ നിന്ന് എന്നും നാം ഭയപ്പെട്ടുണ്ടാവണമെന്നാണ് ഉലമാക്കന്മാർ പറയുന്നത്. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചതെന്തിനാണ്? അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവനോട് മാത്രം ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാനിവിടെ മനുഷ്യന്മാരെയും ജിന്നുവർഗത്തെയും ഉണ്ടാക്കിയത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നാം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാകണം. ഷിർക്കിൽ നിന്ന് എന്നും നാം അകന്ന് ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി പറയുന്നു. നോക്ക്, ഈ ദുനിയാവിൽ വന്ന എല്ലാ അമ്പിയാക്കന്മാർ ദഅവത്ത് ചെയ്ത അസ്ൽ ഈ തൗഹീദാണ്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബത് താഗൂത്ത്. ഈ ദുനിയാവിലേക്ക് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യമാണ് അടിവരയിട്ട് പറഞ്ഞത്. എന്താണത്? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, തൗഹീദ് മനസ്സിലാക്കുക എന്നുള്ളത്. നോക്ക്, ആരെങ്കിലും ഷിർക്കിൽ പെട്ടുപോയാൽ ഇത്ര വലിയൊരു ദൗർഭാഗ്യമാണത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ചെയ്ത ആളുകൾക്ക് അങ്ങനെ തന്നെ മരണപ്പെട്ടാൽ അവൻക്കൊരിക്കൽ പോലും മാഫ് പോലും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുമാത്രല്ല, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരാണോ ഷിർക്ക് ചെയ്യുന്നത് അവർക്ക് സ്വർഗം ഹറാമാണ്, നരകമാണ് ശാശ്വതമായിട്ടുള്ളത്. അവർക്ക് സഹകരിക്കാൻ, അവരെ സഹായിക്കാൻ ഒരു സഹായി പോലും ദാറുൽ ആഖിറത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എത്ര ഗൗരവപ്പെട്ട കാര്യമാണത്. അതുകൊണ്ട് സഹോദരന്മാരെ, തൗഹീദ് എന്നും പഠിക്കുന്നവരാവുക. ഒരിക്കലും ഒരു നിമിഷം പോലും തൗഹീദിൽ നിന്ന് അകന്നുള്ള ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ മരണപ്പെട്ടാൽ നാം ശാശ്വതമായി നഷ്ടപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് എന്നും തൗഹീദ് നാം പഠിക്കാൻ പ്രയത്നിക്കുക. ഷിർക്കിൽ നിന്ന് എന്നും നാം ഭയപ്പെട്ട് ജീവിക്കുക. നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? സ്വന്തം കൈകൊണ്ട് വിഗ്രഹത്തെ തച്ചൊടിച്ച നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാ അമ്പിയാക്കന്മാരെ പിതാവ് എന്നറിയപ്പെട്ട നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് ദുആ ചെയ്തത്? ഉജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ സന്താനത്തെയും റബ്ബേ നീ സംരക്ഷിക്കണമെന്ന് ആരാണ് പറയുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തൗഹീദിന് വേണ്ടി ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഒഴിവില്ലാതെ പരിശ്രമിച്ച നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ഒരു ആയത്ത് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം തൈമി റഹിമഹുല്ല, മഹാനായ താബിഈയാണ്, അദ്ദേഹം പറയുന്നുണ്ട്, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം ഇത്രത്തോളം പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാം എത്രത്തോളം ഭയപ്പെടണമെന്ന് ഈ ആയത്ത് കൊണ്ട് നാം പഠിക്കേണ്ടതുണ്ട് എന്ന്
ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ല പറഞ്ഞതായി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തൗഹീദുള്ള ആളുകളാവുക. തൗഹീദാണ് നമ്മുടെ മനസ്സിനെ ഒന്നാമതായി സംസ്കരിക്കുന്നത്, തസ്കിയത്ത് ചെയ്യുന്നത് തൗഹീദാണെന്നാണ് ഉലമാക്കന്മാർ നമ്മോടായി പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നാം എന്നും ദുആ ചെയ്യുക. നമ്മുടെ ഖൽബ് നന്നാവാൻ, നമ്മുടെ മനസ്സ് നന്നാവാൻ അള്ളാഹുവിനോട് എന്നും ദുആ ചെയ്തുണ്ടാവുക. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ദുആനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്ത് പോലുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി തആല മിന ദുആ. ദുആയിനെ പോലെ അള്ളാഹു സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പോലും അള്ളാഹുവിൻ്റെ അടുക്കലില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്ക്, ഖൽബ് നന്നാവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുവേ, എൻ്റെ ഖൽബിനെ നന്നാക്കണം, എല്ലാ മാലിന്യത്തിൽ നിന്ന് എൻ്റെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അബുൽ ഖാസിം അൽ മഗ്രിബി റഹിമഹുല്ല, മഹാനായ ഇമാമാണ് അദ്ദേഹം ഇബ്നു തൈമിയയുടെ അടുക്കൽ വന്ന് നസീഹത്തായി ചോദിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു വസിയ്യത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈർ. എല്ലാ സദ്ഗുണത്തിൻ്റെയും എല്ലാ നന്മയുടെയും വാതിലാണ് ദുആ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതാണ് നാം അറിയേണ്ടത്. എന്നും നാം ദുആ ചെയ്യണം ഈ ഹിദായത്തിന് വേണ്ടി. റബ്ബേ, മരണം വരെ ഈ ഒരു ദീനിൽ റബ്ബേ എന്നെ നീ നിലനിർത്തണമേ എന്ന് എത്ര ആളുകളെ നാം കാണുന്നുണ്ട്. പണ്ട് നാമൊക്കെ ചെറുപ്പത്തിൽ അവർക്ക് ഈ തൗഹീദിൻ്റെ ആളുകളായിരുന്നു, തൗഹീദിൻ്റെ പോരാളികളായിരുന്നു, തൗഹീദിന് വേണ്ടി അധ്വാനിച്ച മഹാമനുഷ്യന്മാരായിരുന്നു അവർ. പക്ഷെ ഇന്നവർ നമ്മുടെ കൂടെയില്ല. ദീനിൽ നിന്ന് അകന്ന് ദുനിയവിപരമായ ജീവിതത്തിലും അതേപോലെ തന്നെ ദീനിൽ നിന്ന് അകന്ന് ദീനോട് അടുക്കാതെ ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ അടുക്കലുണ്ട്. പക്ഷേ നാം അങ്ങനെയുള്ള ആളുകളാകരുത്. ദീനോടെന്നും അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഖൽബിനു വേണ്ടി, അത് നന്നാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്നും നാം ദുആ ചെയ്യണമെന്നാണ് രണ്ടാമതായി ഉലമാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതേപോലെ തന്നെ മൂന്നാമതായി ഖുർആനായി എന്നും നമ്മുടെ ബന്ധമുണ്ടാകണം. നമ്മുടെ ബന്ധം ഖുർആനുമായി ആകണം. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അതൊരു കിതാബാണ്, അതിലൊരു സംശയം പോലുമില്ല. ഹിദായത്തുള്ള ആളുകൾക്കുള്ള കിതാബാണത്, മുത്തഖിമാർക്കുള്ള ഹിദായത്തിനുള്ള കിതാബാണത്. അപ്പോൾ ഹിദായത്ത് ഉണ്ടാകണമെങ്കിൽ ഖുർആനായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. ഒന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ റമളാനൊക്കെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. എത്ര ആളുകൾ നാം ഇന്ന് ദിനനിത്യം ഖുർആൻ ഓതാറുണ്ട്, മുസ്ഹഫ് നോക്കാറുണ്ട്. സ്വന്തം പരിശോധിക്കേണ്ട കാലമാണിത്. അതുകൊണ്ട് നോക്ക്, ഖുർആനാണ് നമുക്ക് എല്ലാ രക്ഷാ കവചമാണ് ഖുർആൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വലഖദ് അൻസൽ വഇദാ ഖറഅതൽ ഖുർആൻ ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ നടുവിലും അതേപോലെ തന്നെ കുഫാറുകളുടെ നടുവിലും ഞാനൊരു സംരക്ഷണം ഉണ്ടാക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചരിത്രത്തിൽ കാണാം, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, അദ്ദേഹം നമുക്കറിയാം സ്പെയിനിൽ ജീവിച്ച ഏറ്റവും വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം. സ്പെയിൻ ഒരു കാലഘട്ടം മുസ്ലിംകളുടെ കയ്യിലായിരുന്നു. അത് 600-700 വർഷത്തോളം മുസ്ലിംകൾ ഭരിച്ച നാടാണ് സ്പെയിൻ എന്നുള്ളത്. സ്പെയിനും പോർച്ചുഗലൊക്കെയുള്ള ഇന്നത്തെ ഈ നാട്. അപ്പോൾ ഈ കാഫിറുകൾ സ്പെയിൻ ആക്രമിക്കുന്ന സമയത്താണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ജീവിച്ചത്. അദ്ദേഹം പറയുകയാണ്, അന്ന് മുസ്ലിംകളെല്ലാവരെയും അറുകൊല ചെയ്യുന്ന കാലമാണത്. അദ്ദേഹം ഈ ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ 2 കാഫിറുകൾ വന്നു ഇദ്ദേഹത്തെ വെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ
അവിടെ കത്തിയെടുത്തിട്ട് ഈ ഇമാം ഖുർത്തുബിയെ വെട്ടാൻ വന്നപ്പോൾ ഇദ്ദേഹം ഓടുകയാണ്. ഓടിയിട്ട് ഇദ്ദേഹം ഖുർആൻ ഓടുന്നുണ്ട്. അങ്ങനെ ഓടിയിട്ട് ഒരു മരുഭൂമിയിലെത്തി. മരുഭൂമി എന്ന് നമുക്കറിയാം, അവിടെ ഒരു വിശാല പ്രദേശമാണ് മരുഭൂമി എന്നുള്ളത്. അവിടെ നമുക്കൊന്ന് കണ്ണിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കാൻ ഒരിക്കലും മരുഭൂമിയിൽ നമുക്ക് കഴിയുകയില്ല. അദ്ദേഹം ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അങ്ങനെ രണ്ടാളുകൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ വെട്ടാൻ സന്ദർഭത്തിൽ ഒരാൾ മറ്റൊരാളോട് ഒരാൾ പറയുകയാണ്, എവിടെ പോയി അദ്ദേഹം? കാണുന്നില്ലല്ലോ അദ്ദേഹം, എവിടെ പോയി ഇമാം ഖുർത്തുബി എന്ന് ചോദിക്കുകയാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന് ആ രണ്ടാൾക്കാരുടെ മുന്നിൽ തന്നെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറയിട്ട് കൊടുത്തതാണ്. ഇത് മറ്റുള്ള ഏതെങ്കിലും ഒരാളെ ചരിത്രം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാമായിരുന്നു, ഇത് സത്യമാണോ അല്ല കളവാണോ എന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം സ്വന്തം അനുഭവ ചരിത്രം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ ഓതുക. ഖുർആൻ നമ്മെ സംരക്ഷിക്കും. എല്ലാ ഫിത്നയിൽ നിന്ന്, എല്ലാ രോഗത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി പറഞ്ഞിട്ടില്ലേ, വലഖദ് അൻസൽനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ആലോചിക്കുന്ന ആൾക്കാരുണ്ടോ? ഖുർആനെ ഞാനിതാ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി പറയുകയാണ്. അതുമാത്രമല്ല, ഷിഫാ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഷിഫാണ് ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമതായി, നമ്മുടെ ഖൽബ് നന്നാക്കാൻ നാം എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ആളുകളാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇങ്ങനെയാണോ അത് നമ്മുടെ ജീവിതമായിരിക്കണം. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും, തിരസ്കരിച്ചവരൊഴികെ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വമൻ യഅബ യാ റസൂലല്ലാഹ്, റസൂൽ തിരസ്കരിച്ചവരെന്ന് പറഞ്ഞാൽ ആരാണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ അതാഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ ഇത്തിബാ ചെയ്തത് അവൻ സ്വർഗത്തിലായിരിക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നോട് മുഖം തിരിച്ചത് അവനാണ് നഷ്ടപ്പെട്ടവൻ, അവനാണ് തിരസ്കരിച്ചവൻ, അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസ് കിതാബുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരിക്കണം. നമുക്ക് ഈ ദിവസം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ജീവിതം എന്നുള്ളത് ഇന്നോ നാളെയോ തീരാനുള്ളതാണ് ഈ ലോകമെന്നുള്ളത്. ഇവിടെ ആർക്കും ശാശ്വതമായ ജീവിതമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ മാ സഖാ കാഫിറു മിൻഹാ ശർബത മാ. ഈ ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതുകിൻ്റെ ചിറകിൻ്റെ വില നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള കാഫിറുകൾക്ക് കുടിക്കാൻ ദാഹജലം പോലും കിട്ടുമായിരുന്നില്ല എന്നാണ്. ഇവിടെ കാഫിറുകൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ഈ ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്നുള്ളത് അത് ദാറുൽ ആഖിറയാണ്. അദ്ദുനിയ സിജ്നുൽ ലിൽ മുഅ്മിൻ വ ജന്നത്തുൽ ലിൽ കാഫിർ. ഈ ദുനിയാവ് സത്യവിശ്വാസികൾക്ക് ജയിലറയാണ്. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. ഫിത്നയിൽ പെടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശക്തമായി നിന്ന് ഒരു അടി പോലും പതരാതെ നിന്ന് ജീവിക്കുന്നതാണ് മുഅ്മിൻ്റെ ജീവിതമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഹറാം വരികയില്ല എന്ന ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം. ഒരു ഹറാം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുകയില്ല എന്ന ഒരു മനക്കരുത്ത് നാം ഇന്ന് അത് നമ്മുടെ മനസ്സിൽ നാം എഴുതി വെക്കണമെന്നാണ്. നോക്ക്, നമ്മുടെ ഖൽബ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, എല്ലാവരുടെയും ഖൽബ് ശുദ്ധിയാണ്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവിടെ ഒരു കറുത്ത പുള്ളി ഉണ്ടാകും. ആരാണോ അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നത്, അങ്ങനെ ഖൽബ് ആ ഒരു കറുത്ത നിറം കൊണ്ട് ചത്തുപോകുമെന്നാണ്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞ ആയത്ത് അതാണ്. അവസാനം അവരുടെ ഹൃദയം കറുത്തുപോകും, അങ്ങനെ ചത്തുപോകും, സീലിട്ട ഹൃദയത്തിൻ്റെ ആളുകളാകുമെന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി പറയുന്നു, അതുകൊണ്ട് നമ്മുടെ ഖൽബ് ഒരു മലിന പോലും, ഒരു തെറ്റ് പോലും ഞാൻ ചെയ്യുകയില്ല എന്ന ഒരു ശക്തമായ ഒരു മനോദാർഢ്യം നമുക്കുണ്ടാകണമെന്നാണ് ഉലമാക്കന്മാർ നമ്മോട് പറയുന്നു. അതേപോലെ തന്നെ 6ാമത്തെ കാര്യം, നമ്മുടെ നാവിനെയും കണ്ണിനെയും നല്ലോണം നിയന്ത്രിക്കുക എന്നുള്ളത്. നോക്ക്, എന്തുകൊണ്ടാണ് നാവും കണ്ണും പ്രത്യേകമായി ആലിമീങ്ങൾ പറയുന്നത്? കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ കണ്ണ് നാവ് എന്നുള്ളത്, അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ അത് ഒരിക്കലും നാം മടി വരികയില്ല, ഒരിക്കൽ നമുക്ക് പ്രയാസം തോന്നുകയില്ല. എത്രയും ചെയ്യാം, കണ്ണുകൊണ്ട് നമുക്ക് എത്രയും തെറ്റ് ചെയ്യാം, നമുക്കൊരിക്കലും അതൊരു ഭാരമാവുകയില്ല. പക്ഷേ നമ്മുടെ ഏതെങ്കിലും വേറെ മറ്റുള്ള അവയവം കൊണ്ട് നാം തെറ്റ് ചെയ്താലോ അത് ക്ഷീണിക്കും. കൈകൊണ്ട് നമുക്ക് ഒരുപാട് തെറ്റൊന്നും ഒരു ദിവസം ചെയ്യാൻ കഴിയൂല, കാലുകൊണ്ട് ചെയ്യാൻ കഴിയൂല. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് എത്ര തെറ്റും നമുക്കൊരു ദിവസം ചെയ്യാം. അതേപോലെ തന്നെ നാവും, അതിനൊരു ക്ഷീണം ബാധിക്കുകയില്ല. അതുകൊണ്ട് നാം തന്നെ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം നാം തെറ്റ് ചെയ്തത് ഏതൊക്കെയെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആലോചിച്ചാൽ ഏറ്റവും കൂടുതൽ തെറ്റുണ്ടാവുക നമ്മുടെ കണ്ണുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ണിനെയും നാവിനെയും നാം ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കണമെന്നാണ് ആലിമീങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് അത് ഹൃദയ ശുദ്ധീകരിക്കാൻ ഏറ്റവും വലിയൊരു ഗുണമാണെന്നാണ് നാം പഠിക്കേണ്ടത്. അതേപോലെ തന്നെ 7ാമതായി, എന്നും മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് നാം എന്നും ആലോചിക്കണം. ഒരു ദിവസം നാം മരണപ്പെടും, പ്രായം വ്യത്യാസമില്ലാതെ, അതേപോലെ തന്നെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ. ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ച ആ ദിവസം നാം എല്ലാവരും മരണപ്പെടും, അത് ഉറപ്പാണ്. ആ ഒരു മരണത്തെ ആവർത്തിച്ച് ആ മരണത്തെ ആലോചിക്കാൻ എന്തൊക്കെ നമ്മെ സഹായിക്കുമോ അതൊക്കെ നാം ചെയ്യണം. ഖബർ സന്ദർശിക്കണം, നമ്മുടെ ഉപ്പയുടെ ഖബർ, നമ്മുടെ ഉമ്മയുടെ ഖബർ. ഒരു ദിവസം ഞാനും ഇങ്ങനെ ഇതേപോലെ തന്നെ കിടന്നുറങ്ങുമെന്ന ആലോചന നമുക്കുണ്ടാകണം. അന്ന് നമ്മുടെ കൂടെ നമ്മുടെ ആരും സഹപാഠികൾ ഉണ്ടാവുകയില്ല, നമ്മുടെ കൂട്ടുകെട്ട് ആരും ഉണ്ടാവുകയില്ല. ഇന്ന് ഒരുമിച്ചിരിക്കുന്ന നാം ആരും നമ്മുടെ ഖബറിൽ നമ്മുടെ ഭാര്യ പോലും ഉണ്ടാവുകയില്ല, നമ്മുടെ ഉപ്പ പോലും ആരും ഉണ്ടാവാതെ ഒരു ദിവസം ഖബറിൽ നാം ഒറ്റക്കേണിരിക്കും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദ്കുറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എന്നും അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ അഭിരുചികളെയും നിർത്തിവെക്കുന്ന ആ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ച ആ ഒരു മോതിരത്തിൽ എഴുതി വെക്കുമായിരുന്നു, കഫാ ബിൽ മൗതി വായിലൻ യാ ഉമർ, ഉമർ നിന്നെ നന്നാക്കാൻ മരണം എത്ര നല്ലൊരു ഉപദേശകനാണ് ഉമർ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ച മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മരണത്തെ ഏറ്റവും കൂടുതൽ നാം ആവർത്തിച്ച് അതിനെ നാം ദിക്ർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഖൽബ് നന്നാക്കാൻ അത് ഏറ്റവും വലിയൊരു ഫലപ്രദമായൊരു കാര്യമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ 8ാമതായി, നമ്മുടെ കൂട്ടുകെട്ട് അത് ഏറ്റവും നല്ല കൂട്ടുകെട്ടാകണം. ഒരിക്കലും തെറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ തെമ്മാടികൾ, അല്ലെങ്കിൽ ദ്രോഹികൾ, ദീനിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളോട് നാം ഒരിക്കലും കൂട്ടുകൂടരുത്. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ. രാവും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുമായിരിക്കണം നീ ഇരിക്കേണ്ടത്. നിന്റെ കൂട്ടുകെട്ട് അവരോടായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പം നമ്മുടെ അവസ്ഥയോ? റസൂൽ ആരാണ്? ദിനനിത്യ ജിബ്രീൽ വഹി നൽകുന്ന നബിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്റെ കൂട്ടുകെട്ട് നന്നാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയോ? അതുകൊണ്ട് നമ്മുടെ ദീൻ എന്നുള്ളത് നമ്മുടെ കൂട്ടുകെട്ടിലാണ്. നോക്ക്, നാം ഏതൊക്കെ സമയത്തിൽ നാം തെറ്റ് ചെയ്യുന്നുണ്ടോ അതിനൊരു ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മുടെ കൂട്ടുകെട്ടെന്നുള്ളത്.
അതേപോലെ തന്നെ ഏത് സന്ദർഭത്തിലും നാം നല്ലത് ചെയ്യാൻ അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ കൂട്ടുകെട്ടെന്നുള്ളത്. ഇന്ന് നാം ആലോചിച്ച് നോക്ക്, ഈ ഒരു സ്ഥലത്തെത്താൻ, ഈ ഒരു മസ്ജിദിൽ നമുക്കിരിക്കാൻ ഈ ഒരു തൗഫീക്ക് കിട്ടിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് തന്നത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിലായിരിക്കും, ഏതെങ്കിലും ഒരു കൂട്ടുകാരനായിരിക്കും നമ്മുടെ ഇവിടെ എത്തിച്ചത്. അതേപോലെ തന്നെ ആലോചിച്ച് നോക്ക്, പണ്ട് കാലത്ത് നമ്മുടെ ജഹാലത്തിൽ നാം ചെയ്ത തെറ്റിന് ഇങ്ങനെ ആവർത്തിച്ച് നോക്ക്. നാം ചെയ്ത ഓരോരോ തെറ്റും എങ്ങനെയാണതുണ്ടായത്? നമ്മുടെ കൂട്ടുകെട്ടിലാണ് അത് നമുക്കുണ്ടായത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട് അത് നമ്മുടെ ദീനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ മുഅ്മിനോടല്ലാതെ, വിശ്വാസികളോടല്ലാതെ നീ കൂട്ടുകൂടരുത്. അവരോട് നമുക്ക് പലതും ഉണ്ടാവാം, അവരോട് നമുക്ക് ബിർറ് ചെയ്യാം, കാഫിറുകളോട് നമുക്ക് കച്ചവടം ചെയ്യാം, പക്ഷേ കൂട്ടുകെട്ടെന്നുള്ളത്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് അതെന്നും സത്യവിശ്വാസികളോടായിരിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടായി പറയുന്നത്. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപോലെ തന്നെ 9-ാമത്തേത്, നാം നമ്മുടെ ഖൽബ് നന്നാക്കാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് കിബിർ. നമുക്കൊരിക്കലും ഉണ്ടാകരുത്, ഒരിക്കലും നമുക്ക് കിബിർ ഉണ്ടാകരുത്. ദീൻ പഠിക്കുമ്പോൾ ഇവൻ എന്നേക്കാൾ പ്രായത്തിൽ ചെറുപ്പമാണ്, അല്ലെങ്കിൽ ഇവൻ എന്നേക്കാൾ ചെറുതാണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇവനൊന്നും ദീൻ അറിയില്ല, ഇവൻ ദീൻ പഠിച്ചവനല്ല, ഇവൻ മദ്രസ പോയവനല്ല, ഇവൻ ഇന്നാണ് മനസ്സിലാക്കിയത്, നാം പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ പോലും നമുക്ക് കിബിർ ഉണ്ടാകരുത്. സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ പ്രായം കൊണ്ട് നടക്കാൻ കഴിയാത്ത സ്വഹാബികൾ വരെ അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ വന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ദീനി കാര്യത്തിലോ ദുന്യവിപരമായ കാര്യത്തിലോ ഒരിക്കലും നമുക്ക് അഹങ്കാരം പാടില്ല എന്നാണ്. നമുക്ക് സ്വഹാബികളുടെ ചരിത്രം നോക്ക്. അവർ ദീൻ ഏറ്റവും കൂടുതൽ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരായിരുന്നു. പക്ഷെ അവർ ഏറ്റവും പേടിക്കുമായിരുന്നു കിബിറിനെ കുറിച്ച്. അവരുടെ ചരിത്രത്തിൽ കാണാം, അവരേറ്റവും കൂടുതൽ സ്വൽസ്വഭാവികളായിരുന്നു. പക്ഷേ അവർ കിബിറിനെ, അഹങ്കാരത്തെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നവരായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു അബീ മുലൈക റഹിമഹുല്ല പറയുമായിരുന്നു, മഹാനായ താബിഈയാണ്, സ്വഹാബികളുടെ അടുത്ത് ഇൽമു പഠിച്ച താബിഈയാണ് അദ്ദേഹം പറയുകയാണ്, അദ്റക്തു അക്സറ മിൻ 30 സഹാബിയൻ കുല്ലുഹും യഖാഫൂന നിഫാഖ അലാ നഫ്സി. ഞാൻ 30-ലധികം സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും നിഫാഖിനെ, കാപട്യത്തെ പേടിക്കുമായിരുന്നു. ഞാൻ മുനാഫിക്കാവോ പേടിക്കുമായിരുന്നു എന്നാണ്. അതുമാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിക്കുമായിരുന്നു, ഹൽ സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹും, നിനക്കൊരുപാട് മുനാഫികളുടെ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ എൻ്റെ പേരുണ്ടോ, ഒന്ന് പരിശോധിച്ച് പറയോ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിക്കുമായിരുന്നു എന്നാണ്. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 2ാമത്തെ ഔലിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ശൈത്താൻ വരെ പേടിച്ച, ഈമാനിൻ്റെ ശക്തി കൊണ്ട് ശൈത്താൻ പേടിച്ച വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ മരണപ്പെട്ടാൽ ഒരു നബി വരികയില്ല, അത് വന്നാൽ അത് ഉമറായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അത്രക്കും ശക്തനായ, ദീൻ കൊണ്ട്, ഈമാൻ കൊണ്ട് ശക്തിയുള്ള സ്വഹാബിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ കൊണ്ട് ഉഹുദ് മല വരെ പേടിച്ച് ഒന്ന് വിറന്നു പോയി എന്ന് ചരിത്രത്തിൽ ഹദീസ് കിതാബുകളിൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി, എനിക്കും കാപട്യം വരുമോ എന്ന, എൻ്റെ ഹൃദയത്തിൽ കാപട്യം വരുമോ എന്ന് പേടിച്ചു പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 10-ാമതായി അവസാനത്തെ കാര്യമാണ് നമ്മുടെ ഖൽബ് നന്നാകാൻ നാം എന്നും നമ്മുടെ ഖൽബിനെ ഒന്നിങ്ങനെ പരിശോധിക്കുക. നാളെയുടെ ദിവസം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നാം നമ്മുടെ ഖൽബിനൊന്ന് തൂക്കി നോക്കുക. എന്താണ് നമ്മുടെ ഖൽബിലുള്ളത്? എന്തെങ്കിലും നന്മയുണ്ടോ? അള്ളാഹുവിൻ്റെ കലാമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടോ?
അതേപോലെ തന്നെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ ഹൃദയത്തിൽ, അതേപോലെ തന്നെ നിഫാഖുണ്ടോ, ഇതെല്ലാം പരിശോധിക്കണം നാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാം, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. നമ്മെ എല്ലാവരെയും തൂക്കി നോക്കുന്ന ഒരു ദിവസമുണ്ട്. അതിൻ്റെ മുമ്പ് സ്വന്തം നഫ്സിനെ ഈ ദുനിയാവിൽ വെച്ച് തൂക്കി നോക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം അത് ഹഖീഖത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ എല്ലാവരെയും പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന മേളയാണത്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മുടെ അമലുകൾ നന്നാകണം. അന്നത്തെ നമ്മുടെ നന്നാവലും ചീത്തയാവലും നമ്മുടെ അമലാണ് അതിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് നന്നാകണം നാം. അള്ളാഹുവിന് വേണ്ടി, നമുക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, ശാശ്വതമായ വിജയത്തിന് വേണ്ടി നാം നന്നായേ മതിയാകൂ. നമ്മുടെ ഹൃദയം അള്ളാഹുമായുള്ള ബന്ധത്തിന് മുന്നോട്ട് വരണം. അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മുടെ ഖൽബിനെ നാം നാട്ടി നിർത്തണം. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയമുണ്ടാവുക. അതല്ലാത്ത ജീവിതം എന്തായാലും, എത്ര ഐശ്വര്യത്തിൻ്റെ ജീവിതമായാലും, എത്ര വലിയ സന്തോഷം ലഭിക്കുമെന്ന് നാം വിചാരിച്ചാലും, അതെല്ലാം അതിൻ്റെ അനന്തരഫലം നഷ്ടമാണെന്ന് നമുക്ക് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? ഫിർഔനിൻ്റെ ചരിത്രം അതല്ലേ നമുക്ക് പഠിപ്പിച്ചത്? ഖാറൂനിൻ്റെ ചരിത്രം അതല്ലേ നമുക്ക് പഠിപ്പിച്ചത്? അതേപോലെ തന്നെ അബൂ ലഹബിൻ്റെയും അബൂ ജഹലിൻ്റെയും ഉത്ബയുടെയും ഷൈബയുടെയും ചരിത്രം അതല്ലേ നമുക്ക് പഠിപ്പിച്ചത്? എത്ര വലിയ വലിയ പണക്കാരായിരുന്നു അവർ, എത്ര വലിയ വലിയ രാജകീയ അതേപോലെ തന്നെ പദവിയുള്ള ആളുകളായിരുന്നവരൊക്കെ. പക്ഷേ എല്ലാം ദുർബലപ്പെട്ടു പോയി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അടിമയുള്ള ആളുകൾക്കായിരുന്നു ശാശ്വതമായ വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ചത് എന്ന് നാം മറക്കാതിരിക്കുക. അങ്ങനെയുള്ള സ്വഹാബികളുടെ ചരിത്രമെല്ലാം പഠിച്ച് നമ്മുടെ ഖൽബിനെ നന്നാക്കാൻ പ്രയത്നിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം അത് നന്നാക്കി ദാറുൽ ആഖിറയിൽ പ്രയോജനപ്പെടുത്തുന്ന വിജയിക്കുന്ന ഹൃദയത്തിൻ്റെ ആളുകളാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗഭൂമിയിൽ ഇവിടെ നാം എങ്ങനെയാണ് ഒരുമിച്ച് കൂടിയത്, അങ്ങനെ സ്വർഗ്ഗഭൂമിയിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചെയ്ത അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ ഇഖ്ലാസിനെ തന്ന് അത് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. നാം ചെയ്ത എല്ലാ ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അധിഷ്ഠിച്ച് ഇബാദത്ത് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹ അല്ലാഹുമ്മ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബഹ അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.